വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയാൽ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ സമുന്നതമായ പദവിയാണ് അല്ലാഹു ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത്. ഒരാൾ വിലായത്തിലേക്ക് എത്തിയാൽ അയാൾക്ക് ലഭിക്കുന്നതാകുന്ന അവസ്ഥ എന്താണ്? അയാൾക്ക് കിട്ടുന്ന ഒരവസ്ഥ എന്താണ്? അതാണ് ആദ്യമായി അല്ലാഹു പറയുന്നത്. അതിനുശേഷമാണ് വിലായത്തുള്ളതാകുന്ന വ്യക്തിക്കുള്ള ക്വാളിറ്റി അല്ലാഹു വിശദീകരിക്കുന്നത്. ആദ്യം അല്ലാഹു പറയുന്നത് ഒരാൾ വിലായത്തിലേക്ക് എത്തിയാൽ അയാൾ ഏത് പദവിയിലേക്ക് ചെന്ന് ചേരുക, അയാളുടെ അവസ്ഥ എന്താണ്, അത് വിശദീകരിക്കണം അല്ലാഹു. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അറിയണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ, മനസ്സിലാക്കണേ ജനങ്ങളെ. അലാ, അറിയണേ, അറിയണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ വിലായത്ത് എത്തിച്ചിട്ടുള്ളതാകുന്ന മഹാന്മാർ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാകുന്ന വ്യക്തികൾ അവരാരെന്നറിയുമോ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊരു വ്യസനവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു കാലഘട്ട ജീവിതത്തെ ഓർത്തുകൊണ്ട് ഒരു ഭയപ്പാടും അവർക്കില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കഴിഞ്ഞുപോയ ജീവിതത്തെ ഓർത്തുകൊണ്ടുള്ള ദുഃഖമോ വരാനിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ളതാകുന്ന ഭയപ്പാടോ ഇല്ലാത്ത വിഭാഗമാണ് ആര്? വിലായത്ത് എത്തിച്ചവർ. വലിയ വർത്തമാനമാണ് പറഞ്ഞത്. ഖുർആനിന്റെ വാക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വചനമാണത്. കഴിഞ്ഞുപോയ കാലഘട്ടത്തെ പറ്റി ഒരു ദുഃഖവും അവർക്കില്ല, വരാനിരിക്കുന്ന കാലഘട്ടത്തെ പറ്റി ഒരു ഭയപ്പാടുമില്ല. കൂൾ മൈൻഡാണ് അവർക്ക് നടത്തും, മനസ്സ് ശാന്തമാണ്. അപ്പോൾ ഒരു പേടിയുമില്ല, ഒരു ദുഃഖവുമില്ലാത്തൊരവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്ക്, അങ്ങനത്തെ ഒരവസ്ഥ. അള്ളാഹുവിനെ മാത്രമാണ് അവർ പേടിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ നിലയിലേക്ക് എത്താൻ സാധിച്ചത്. വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയാൽ അവരുടെ അവസ്ഥയാണ് ആദ്യമായി അല്ലാഹു പറയുന്നത്. അവർക്ക് കിട്ടുന്ന നേട്ടം, അവരെത്തിച്ചേരുന്ന പദവിയാണ് പറഞ്ഞത്. ഒരു വ്യസനവുമില്ല, ദുനിയാവിനെ കുറിച്ച് യാതൊരുവിധ ദുഃഖവുമില്ല, നാളത്തെ ലോകത്തെക്കുറിച്ച്, അടുത്തൊരു ലോകത്തെക്കുറിച്ചുള്ള ഒരു ഭയപ്പാടുമില്ല. അഥവാ വരാനിരിക്കുന്നതാകുന്ന കാലഘട്ടം, നടക്കുന്ന സംഭവവികാസങ്ങൾ ഒന്നും അവർക്ക് ബാധകമല്ല. അവർ കൂൾ മൈൻഡിലാണ് എന്നർത്ഥം, മനസ്സെപ്പോഴും ശാന്തമാണ്. അതെങ്ങനെയാണ് അവർ അതിലേക്ക് എത്താൻ സാധിച്ചത്? ദാ ഖുർആൻ പറയുന്നു, രണ്ട് ക്വാളിറ്റി അവരുണ്ടാക്കിയെടുത്തു എന്നതുകൊണ്ട്. രണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിസ്സാരമായി അത് കാണരുത്, അത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ. ഖുർആൻ പറയുന്നു, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ അല്ലാഹുവിനെ കൊണ്ട് അചഞ്ചലമായി വിശ്വാസം നിലനിർത്തിയിരുന്നവരാ. അല്ലാഹുവിനെ കൊണ്ട് പരിപൂർണമായി വിശ്വാസം നിലനിർത്തിയിരുന്നവരാണ്. അല്ലദീന ആമനൂ, ഏതൊക്കെ കാര്യങ്ങളാണോ ഈമാൻ പുൽകേണ്ടത് ആ കാര്യങ്ങളെ കൊണ്ട് പരിപൂർണമായി വിശ്വാസം പുൽകിയവരാ. അല്ലാഹുവിലും അവന്റെ റസൂലിലും സർവ അമ്പിയാക്കളിലും ഔലിയാക്കളിലും സർവ മലായികത്തുകളിലും എന്ത് വേണ്ട, വിശ്വസിക്കേണ്ട സർവ കാര്യങ്ങളും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയവരത്രേ. വകാനൂ യത്തഖൂൻ. അവർ മുഅ്മിനാണെന്ന് മാത്രമല്ല, അവർ വിശ്വാസികളാണെന്ന് പേര് മാത്രമല്ല, അവർ അചഞ്ചലമായ ഈമാനിന്റെ പരിപൂർണ കറകളഞ്ഞ ഈമാനിന്റെ വക്താക്കളോടൊപ്പം കറകളഞ്ഞതായ ഭയഭക്തിയുടെ വക്താക്കളുമാണ്. നല്ലതുപോലെ തഖ്വ ഹൃദയത്തിൽ രൂഢമൂലമായ ആളുകളായിരുന്നു അവർ. ശുദ്ധമായ ഖുർആൻ. എങ്ങനെ ഒരാൾക്ക് വിലായത്തിലേക്ക് എത്താം? ഈ രണ്ട് കാര്യങ്ങളും
നല്ലതുപോലെ ശ്രദ്ധിക്കണം. പരിപൂർണ ഈമാൻ വേണം, ഭയഭക്തി പരിപൂർണ തലത്തിലേക്ക് എത്തണം. രണ്ടും വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇന്ന് മുഅ്മിനാണ് എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്, ഇല്ലേ? സത്യവിശ്വാസികളാണ് നമ്മളെല്ലാവരും. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നാൽ സഹോദര സഹോദരിമാരെ ശ്രദ്ധിക്കാൻ, ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കാൻ. ഖുർആൻ പറയുന്നു 5 ക്വാളിറ്റി പരിപൂർണമായി നേടിയെടുക്കുമ്പോഴേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല, വളരെ കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നല്ല സമയവും നല്ല രാവും ബഹുമാനപ്പെട്ടവരുടെ ഉറൂസും എല്ലാം കൂടിച്ചേർന്ന് വന്നപ്പോൾ അവിടുത്തെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് വന്ന് സിയാറത്ത് ചെയ്ത് നിങ്ങളിൽ ഒരുവനായി നിലകൊള്ളാനാണ് ഞാൻ ആഗ്രഹിച്ചിവിടെ എത്തിയിട്ടുള്ളത്. അള്ളാഹു അവരുടെ മദദും ഹിഫ്ളും നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ. അള്ളാഹു നസീബാക്കുമാറാവട്ടെ. കാരണം അവർ സാധാരണക്കാരല്ല, സമുന്നതനായ വ്യക്തിത്വമാണ് എന്നുള്ളത് എന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. എന്റെ ഉപ്പ കോട്ടയം മുഹമ്മദ് സാലിഹ് മൗലവി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. കോട്ടയം ജില്ലയിലെ സമസ്തയുടെ കാര്യദർശിയാണ്, പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ടവർ, ഇന്നുമുണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരും തഴവയിലെ സദർ ഉസ്താദ് എന്നറിയപ്പെടുന്നതാകുന്ന അഹമ്മദ് കോയ മൗലവിയും ബഹുമാനപ്പെട്ടതാകുന്ന തഴവ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരെ കാണാൻ വേണ്ടി വന്നു. എന്റെ ഉമ്മയുടെ ഉപ്പയാണ് തഴവ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. തഴവ ഉസ്താദ് പറഞ്ഞതിന് പ്രകാരം കാണാൻ വരികയാണ്. സുഖമില്ലാതെ കിടക്കുന്നു തഴവ ഉസ്താദ്. ഇരു കണ്ണുകളുടെ കാഴ്ചകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ ആ കാഴ്ചയുടെ രോഗശമനത്തിന് പ്രാർത്ഥിക്കണമെന്നും അതിന്റെ വിവരമൊക്കെ ഒന്ന് പറയണം വേണ്ടിയിട്ടാണ് സദർ ഉസ്താദിനെയും എന്റെ പ്രിയപ്പെട്ട ഉപ്പയും കൂടി മടവൂരിലേക്ക് അയക്കുന്നത്. അന്ന് ബഹുമാനപ്പെട്ടവർ ആരുമാരും സംസാരിക്കാതെ നിലകൊള്ളുന്ന സമയവും സന്ദർഭവുമാണ്. അള്ളാഹുവിലേക്ക് പരിപൂർണമായി മുറിഞ്ഞു നിൽക്കുന്ന സമയം. തന്റെ ദറസും തന്റേതാകുന്ന ആത്മീയമാകുന്ന പ്രസരണങ്ങൾ അഥവാ മുതഅല്ലിമീങ്ങൾക്ക് നേരിട്ട് നൽകുന്നതാകുന്ന തർബീയത്ത് നിർത്തി ഒഴിഞ്ഞു നിന്നുകൊണ്ട് തർബീയത്ത് നടത്തുന്നതാകുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമാണ്. അങ്ങനെ ഒരു സമയം ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗം കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി വന്നു. ആളുകൾ കൂടി നിൽക്കുന്നു, ക്യൂവിൽ നിൽക്കുന്നു. ഏകദേശം ളുഹയുടെ സമയമായി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ റൂമിലുള്ള ഖാദിമീങ്ങളോട് പറഞ്ഞു, പുറത്ത് കൊല്ലത്ത് നിന്ന് തഴവയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട്, അവരെ മാത്രം ഇന്ന് അകത്തേക്ക് കടത്തിവിടുക എന്ന് പറഞ്ഞു. റൂമിന് പുറത്താൻ എന്റെ ഉപ്പ പറയുന്നു, ഞങ്ങൾ വന്നത് ഒരാളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വിളിച്ചു. ആ വിളിച്ചതിനനുസരിച്ച് ബഹുമാനപ്പെട്ട അവരുടെ ചാരത്തേക്ക് സീമരിയുള്ളാഹിയുടെ അടുത്തേക്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പ ആദ്യം കയറി ചെന്നു. സദറുസാദ് അല്പം ഭയഭക്തിയോടുകൂടി പേടിയും കൂടിയെത്തി ബഹുമാനപ്പെട്ടവർ വാതിൽക്കൽ നിൽക്കുകയാണ്. ഉപ്പ നേരെ ചെന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞു. വഅലൈക്കും അസ്സലാം. സലാം അടക്കി ചെന്ന് കയറിയ പാടെ ഉപ്പയോട് പറഞ്ഞു, തഴവാക്ക് ഓർക്കെന്റെ അസ്സലാമു അലൈക്കും പറയണം, ഇനി കാഴ്ച തിരിച്ചു കിട്ടൂല എന്നും കൂടി പറയണം എന്ന് ബഹുമാനപ്പെട്ടവർ ചേർത്ത് പറയുകയാണ്. എന്തിനാണ് വന്നത് എന്നുള്ള ലക്ഷ്യം പറഞ്ഞിട്ടില്ല, ഒരാളോടും സംസാരിച്ചിട്ടില്ല. ഇന്നുള്ള സൗകര്യങ്ങൾ പോലെ ഫോണിന്റെ സൗകര്യങ്ങളൊന്നും വിശാലമാകാത്ത സമയവും സന്ദർഭവും. ഒരാളോടും സംസാരിക്കാതെ ഹൽവത്തിൽ ഒഴിഞ്ഞു നിൽക്കുന്നതാകുന്ന മഹാനുഭാവന്റെ ചാരത്തേക്ക് കയറി ചൊല്ലുമ്പോൾ ആദ്യം തന്നെ എന്തിനാണ് വന്നത് എന്നുള്ളത് മനമറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് പറയുകയാണ്. ഓർക്കെന്റെ അസ്സലാമു അലൈക്കും പറയണം തഴവാക്ക്. അതോടൊപ്പം തന്നെ പറഞ്ഞേക്കണം, കണ്ണിന്റെ കാഴ്ച ഇനി തിരിച്ചു കിട്ടൂല എന്ന് പറഞ്ഞേക്കണം എന്നുകൂടി അറിയിക്കാം. വന്നതിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ടു. വന്നത് അതിനുവേണ്ടി ദുആ ചെയ്യിപ്പിക്കലാണ്. അതിനെ സാധൂകരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് ബഹുമാനപ്പെട്ടവർ ഉപ്പയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഉപ്പ എന്റെ കൂടെ തഴവയിൽ നിന്ന് അഹമ്മദ് കോയ മൗലവി എന്ന സദറുസാദ് കൂടി വന്നിട്ടുണ്ട്, എങ്കിൽ ഒരേ അകത്തേക്ക് വിളിക്കുക, ഓർക്കും ചായ കൊടുക്കാൻ പറഞ്ഞു.
രണ്ടുപേരും ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ പറഞ്ഞു, അവിടുന്ന് അല്പം കുടിച്ചതിന് ശേഷം ബറക്കത്ത് നൽകിയാൽ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ശരി, എടുക്കൂ എന്ന് പറഞ്ഞു. ബിസ്മില്ലാ, അവിടുന്ന് ഒരു ഇറുക്ക് കുടിച്ചിട്ട് ഉപ്പാക്ക് കൊടുത്തു. ബാക്കി അവിടുന്ന് കുടിച്ചു. അവിടുന്ന് യാത്ര തിരിച്ചു. വേഗം തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ ജീവിതത്തിൽ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നേരിട്ട് കറാമത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്റെ കുടുംബത്തിന്, എന്റെ ഉപ്പാക്ക്. ഞാനിത് പറയുന്നത് എന്റെ ഉപ്പ ഇന്നും ജീവനോടൊപ്പമുണ്ട്, നിലകൊള്ളുന്നുണ്ട്. ഈ പറഞ്ഞ സദർ ഉസ്താദും അഹമ്മദ് കോയ മൗലവിയും അദ്ദേഹവും ഇന്നും ഹയാത്തിലുണ്ട്. അള്ളാഹു ഇരുവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തവും മദതും അന്ന് മുതൽക്കേ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കറാമത്ത് ജീവിത കാലഘട്ടത്തിൽ തന്നെ കാണിക്കുകയാണ്. ഇത് ഒരാൾക്കുണ്ടായ അനുഭവമല്ല. ഈ ഇരിക്കുന്നതാകുന്ന ആളുകൾ പതിനായിരക്കണക്കിന് വിശ്വാസിനികൾക്ക് അവരുടേതാകുന്ന ഹൃദയത്തിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ ഇത്തരത്തിൽ ഉൾത്തിരിഞ്ഞ് പറയാനുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിസ്സാരക്കാരനായ വ്യക്തി ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ 32 വർഷങ്ങൾ കൊണ്ട് ഈ കണ്ടതാകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ, അതിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രാന്തര ലോകത്ത് നിന്ന്, നമ്മുടെ കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ മസാറ് ആകർഷിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്താനുള്ള കാരണം ഇന്നും അവിടുത്തെ തർബീയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അള്ളാഹു അവരുടെ മദത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി മാത്രമാണ് തുടക്കത്തിൽ ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ ശ്രദ്ധിക്കണേ ഇവിടെ. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥ വിശ്വാസികളാണ്, പരിപൂർണ ഈമാനുള്ളവരാണ്. മാത്രമല്ല വകാനൂ യത്തഖൂൻ, അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ വെച്ച് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നവരുമാണ്. എങ്കിലേ അവൻ യഥാർത്ഥ വലിയ ആവുകയുള്ളൂ. വലിയാകണമെങ്കിൽ അതാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമിങ്ങൾ ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി അടക്കമുള്ളതാകുന്ന മഹാന്മാർ വലിയ എന്നതിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബ മാ യുംകിനു അൽ മുവാദിബു അല ത്വആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. എന്താണ് വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അൽ വലിയു അൽ ആരിഫു ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് നല്ലതുപോലെ അറിവുള്ള വ്യക്തിക്ക് വലിയ എന്ന പദം തന്നെ നമ്മൾ പ്രയോഗിക്കാൻ പാടുള്ളൂ. സാധാരണ രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മൾ വലിയ എന്ന് പറയാൻ തന്നെ പാടില്ല. ഒരു പച്ച ഷാൾ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ കൈവരൽ മുഴുവനും 10-30 മോതിരം അണിഞ്ഞതുകൊണ്ടോ യാഹൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അസാറിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ആകർഷിപ്പിച്ചതുകൊണ്ടോ ഒരു വ്യക്തി വലിയായി തീരുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലാക്കണം, നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വ്യാജ സിദ്ധന്മാരും വ്യാജ ജിന്നമ്മമാരും ജിന്നുപ്പമാരും ഒക്കെ ഉടലെടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കള്ള ത്വരീഖത്തുകൾ വല്ലാതെ കൂടി വരുന്ന കാലഘട്ടം. യഥാർത്ഥ ത്വരീഖത്തുകളിൽ വ്യാജം ചേർത്തുകൊണ്ട് കച്ചവടവൽക്കരിക്കുന്നതാകുന്ന ആളുകൾ കൂടി വരുന്നതാകുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ വലിയ ആരാണ് എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ എന്തുകൊണ്ടാണ് അവിടുന്ന് വലിയ ആണ് എന്നുള്ളത് നമ്മളൊക്കെ ഉറക്കെ പറയുന്നത്? വലിയ വലിയ കിബാറും മിനൽ ഉലമ, അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാകുന്ന സമുന്നതരായ ആലിമീങ്ങൾ വരെ അവരെ സുസമ്മതരായി കണ്ടതും എന്തുകൊണ്ടാണ്? അവർ യഥാർത്ഥ ആലിമായിരുന്നു. നല്ലതുപോലെ പടച്ചറബിനെ ഭയപ്പെട്ട് ജീവിച്ച തഖ്വയുള്ള, ഖുർആൻ പറഞ്ഞ ഈ 2 ക്വാളിറ്റികൾ പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവന്ന വലിയ മഹാമനീഷിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ വലിയായി ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അവർ മജ്ദൂബായി നിലകൊള്ളുന്ന കാലഘട്ടം, അള്ളാഹുവിലേക്ക് ലയിച്ച് നിലകൊള്ളുന്ന കാലഘട്ടത്തിൽ അവരെ കാണാൻ അവരുടെ പ്രിയപ്പെട്ട ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ശംസുൽ
ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇ.കെ. അബൂബക്കർ ഉസ്താദ് അടക്കമുള്ള മഹാന്മാര് അവിടുത്തെ തിരുചാരത്തേക്ക് വരാനുള്ള കാരണം ശിഷ്യൻ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തി സമുന്നതമായ പദവി അലങ്കരിക്കുന്നു. അപ്പോൾ ഒഴിഞ്ഞു നിൽക്കുകയല്ല, ഉസ്താദ് തന്റെ ശിഷ്യനോടുള്ളതാകുന്ന ഗുരുശിഷ്യ ബന്ധം കൂടുതൽ ശാക്തീകരിച്ചു കാണിക്കുകയാണ്. ഉസ്താദും വലിയാണ്, ശിഷ്യനും വലിയാണ്, പരസ്പരമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇടം നൽകുകയാണ്. അന്ന് മുതലുള്ളതാകുന്ന സമുന്നതരായ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ നല്ലതുപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ തഖ്വയിൽ ജീവിച്ചതാകുന്ന ബഹുമാനപ്പെട്ടവരായിരുന്നു. നല്ല ഇൽമു നിറഞ്ഞതാകുന്ന വ്യക്തിത്വമായിരുന്നു. മസ്അലകൾ ചോദിച്ചാൽ കറകളഞ്ഞ മസ്അലകൾ ഫത്വ പറയുന്ന വ്യക്തിത്വമായിരുന്നു. ആ രീതിയിൽ ദറസ് നടത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുത്തിട്ടുണ്ട്. ഈ നാടിന് തന്നെ ആത്മീയമാകുന്ന പ്രഭ പരത്തി സമൂഹത്തിനും സമുദായത്തിനും എന്ന് വേണ്ട എല്ലാവർക്കും വലിയ വിളക്കായി അന്നും ഇന്നും നിലനിൽക്കുന്നവരാണ്. ഞാൻ ഇതെന്തിനാണ് ഇത് തുടക്കത്തിൽ പറയുന്നത്? ഇന്നും വിമർശിക്കപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ടവരെ പറ്റി. പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലൈവായിക്കൊണ്ട് ഈ സദസ്സ് വീക്ഷിക്കുന്ന ഈ സമയത്ത് പ്രത്യേകമായി തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ട് ക്വാളിറ്റിയാണ് വലിയന് വേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ചിലർ ഖുർആനിലേക്ക് നോക്കൂ, ചിലർ ഹദീസിലേക്ക് നോക്കൂ എന്ന് വാനോളം പറയുന്നവരോട് ഞങ്ങൾക്കും പറയാനുള്ളത് ഖുർആനിലേക്ക് ശരിക്കൊന്ന് തുറച്ചു നോക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് വലിയനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വലിയനുള്ള ഐഡന്റിറ്റിയും വലിയന്റെ അടയാളങ്ങളും അദ്ദേഹത്തിനുണ്ടാകേണ്ട ക്വാളിറ്റിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാകുന്ന വലിയായിരുന്നു ബഹുമാനപ്പെട്ടവർ എന്നാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. വേറൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയുകയാണ്, ശരിക്കും നല്ലതുപോലെ ശ്രദ്ധിക്കണം. എന്താണ് മുഅ്മിൻ, എന്താണ് മുത്തഖി, രണ്ടും പഠിക്കണം അല്ലേ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അവരാണല്ലോ ഔലിയാക്കൾ. ആരാണ് മുഅ്മിൻ എന്ന് പഠിക്കണം, ആരാണ് മുത്തഖി എന്ന് പഠിക്കണം. അത് പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് സദസ്സ് പിരിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? രണ്ട് കൈയും ഒന്ന് വർത്തിക്കുക എല്ലാവരും. രണ്ട് കൈ. മാഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഒന്ന് എടുക്കണേ മുസ്ലിമേ, ഒന്ന് തുറന്നു വെക്കണേ മുസ്ലിമേ. സൂറത്തുൽ അൻഫാൽ എടുക്കണേ, രണ്ടാമത്തെ ആയത്ത് മുതലൊന്ന് പാരായണം ചെയ്യണേ. എന്താണ് മുഅ്മിൻ, എന്താണ് വിശ്വാസി? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. മുഅ്മിനായ മനുഷ്യനാകണോ 5 ക്വാളിറ്റി ഉണ്ടാവൽ അനിവാര്യമാണ്. 5 രീതിയിലേക്ക് അവൻ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ മുഅ്മിനാകുകയോ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. യഥാർത്ഥമാകുന്ന സത്യവിശ്വാസി, യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവന്റെ ഹൃദയം പിടയ്ക്കുകയാണ്, അവന്റെ ഹൃദയം ഭയപ്പെടുകയാണ്. ഹൃദയം നടുങ്ങും, ഹൃദയം വിറയ്ക്കും. അല്ലാഹ് എന്ന് കേട്ടാൽ തന്നെ ഹൃദയം നടക്കും. അതാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം പേടിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം, എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ.
അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിലാണോ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ. അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും. അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഈ ദിക്റല്ലേ നമ്മൾ മുഹീദ്ദീൻ റാത്തീബിൽ ചെല്ലുന്നത്, റിഫാഇ റാത്തീബിൽ പതിവാക്കുന്നത്. ഈ ദിക്ർ ചെല്ലാത്ത മുഅ്മിനാരാണ്? അല്ലാഹ് എന്ന ദിക്ർ ചെല്ലാത്തവർ വളരെ കുറവല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലി റളിയല്ലാഹു തആല ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്ക് അല്ലാഹുവുമായി അടുക്കാനുള്ളതാകുന്ന എളുപ്പ വഴി പറഞ്ഞു തരണേ റസൂലേ, സിറായ വഴി പറഞ്ഞു തരുമോ ഹബീബേ. ആദരമായ പ്രവാചകർ സ്വന്തം ഭാര്യയുടെ ഉപ്പയാണ്. അതുകൊണ്ട് തന്നെ ബന്ധം കൂടുതൽ ശാക്തീകരണമുള്ളതാണ്. ആ ബന്ധം വെച്ചുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവുമായി അടുക്കാനുള്ള മാർഗം എനിക്കൊന്ന് പറഞ്ഞു തരുമോ റസൂലേ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഹബീബേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളോട് പറഞ്ഞു അത്രേ, അലൈക ബിദിക്രില്ലാഹ് സിർറൻ വ അലാനിയാ. രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളലാണ്, അവനെ ഓർത്തുകൊണ്ട് നിലകൊള്ളലാണ്, അവനെ ദിക്ർ ചൊല്ലലാണ് ഒരേ ഒരു പോംവഴിയെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന സർവേശ്വരനാകുന്ന സർവാധിപതിയാകുന്ന പടച്ച റബ്ബിലേക്കുള്ള അടുക്കാനുള്ള മാർഗം അവനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളലാണ്, സദാസമയം അവനെ ഓർത്തുകൊണ്ട് നിലകൊള്ളലാണ്, അവനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ പല രീതിയിലുണ്ട്. അൻഫാസിയായ ദിക്റുണ്ട്, ശ്വാസോച്ഛ്വാസം കൊണ്ട് ദിക്റുണ്ട്. നമ്മൾ ഉച്ഛ്വസിക്കുന്നതും ഉള്ളിലേക്ക് അങ്ങനെ വായു വലിച്ചെടുക്കുമ്പോഴും ദിക്റുണ്ട്. നാവ് കൊണ്ട് പറഞ്ഞിട്ട് ദിക്റുണ്ട്. പല രീതിയിലും ദിക്റെടുക്കും. മനസ്സിൽ കരുതിക്കൊണ്ട് മാത്രം ദിക്റെടുക്കും. വേറൊന്നുമില്ല, മനസ്സിൽ കരുതുക, എന്നിട്ട് അങ്ങനെ ദിക്റെടുക്കുക. ഇതൊക്കെ ദിക്റിന്റെ ഭാഗങ്ങളിൽ പെട്ടതാണ്. ഇതെല്ലാം റബ്ബിനെ സ്മരിക്കുന്നതിൽ പെട്ടതാണ്. ഏറ്റവും നല്ലത് നാവ് കൊണ്ട് അല്പം ശബ്ദത്തിൽ സ്വന്തം ശരീരത്ത് കേൾപ്പിക്കുന്ന വിധത്തിൽ പറയുകയും അതോടൊപ്പം തന്നെ ഹൃദയം കൊണ്ട് കൊടുക്കുന്ന ദിക്ർ. ഹൃദയം വേണം എപ്പോഴും. ഹൃദയം കൊടുത്തുകൊണ്ട് ചെല്ലുന്നതിലാണ് എല്ലാത്തിലും ഫലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതേ കൂടുതൽ ഫലമാവുകയുള്ളൂ. എല്ലാ കാര്യത്തിലും ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു പൂർണ്ണത വേണം. ആ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഹൃദയം കൊടുത്തു ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ദിക്ർ ചൊല്ലണം, അല്ലാഹുവിനെ സ്മരിച്ച് നിലകൊള്ളണം, സിർറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും. ഏത് സമയവും ഈ ദിക്റിലായി കഴിഞ്ഞുകൂടാ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളെ, എങ്കിൽ എനിക്കൊരു ദിക്ർ പറഞ്ഞതാ, തങ്ങൾ എനിക്കൊരു ദിക്ർ ഇജാസത്ത് നൽകണം. നമ്മൾ ഉസ്താദുമാരോട്, സമുന്നതരായ ആലിമീങ്ങളോട് ചോദിക്കുമല്ലോ, സാദാത്യങ്ങളോട്, എനിക്കൊരു ദിക്ർ, എനിക്ക് ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി തരണം, എന്റെ ആഖിബത്ത് നന്നാവണം. അപ്പോൾ ഒരു സലാത്തോ അല്ലെങ്കിൽ ഒരു ദിക്റോ അവർ തരും. അത് നമ്മൾ ദായിമാക്കിയാൽ വിജയം ഉറപ്പാണ്, അല്ലേ? എന്നതുപോലെ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. ആര്? അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി തങ്ങൾ കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി പിടിക്കണേ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വന്നതാകുന്ന മഹാന്മാരാകുന്ന ആളുകൾ എല്ലാവരും അവര് രേഖപ്പെടുത്തി വെച്ചു. 70,000 ദിക്ർ ഒരു വ്യക്തി അവൻ ചൊല്ലുകയും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയും ചെയ്താൽ അവർക്ക് നരകീയ മോചനം അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 70,000 ദിക്ർ. അതുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി 70,000 ദിക്ർ ചൊല്ലുന്നത്. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഇന്ന് സുന്നികളായ നമ്മൾ തന്നെ അത്തരത്തിലുള്ള ഒരു മരണം നടക്കുമ്പോൾ മാത്രം ദിക്ർ ചൊല്ലുന്നതിലേക്ക് ഒതുങ്ങിപ്പോയി.
നേരത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമയാസമയങ്ങൾ മുഴുവനും അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നമ്മൾ നിലകൊള്ളുന്നതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിറകോട്ടടിഞ്ഞു, ആത്മീയതയിൽ നിന്ന് പിറകോട്ട് വലിഞ്ഞുപോയി. റമളാനിൽ നമ്മൾ നേടിയെടുത്തൊരു ആത്മീയ ചൈതന്യം ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ റമളാനിൽ ഉണ്ടായിരുന്ന പോലെ 5 വഖത്ത് നിസ്കാരങ്ങളോ റമളാനിൽ കാണിച്ചിരുന്നതാകുന്ന ഒരു ആത്മീയമാകുന്ന താല്പര്യമോ ഒന്നും നമുക്ക് ഇന്ന് ഇല്ലാതെ പോയി, നഷ്ടപ്പെട്ടു പോയി. ഇബാദത്തുകൾ നന്നേ കുറഞ്ഞുപോയി. നമ്മൾ ദിക്ർ ചെല്ലുന്നതിൽ നിന്ന് വളരെ പിറകോട്ട് വലിഞ്ഞുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നീ മുറുകെ പിടിക്കണേ, നിനക്ക് വിജയമാണ് അലിയേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തിയല്ലോ, അർബഉൻ മിൻ കൻസി ദുനിയാ, ദുനിയാവിന്റെ നിധികൾ 4 എണ്ണമാണ് സ്വഹാബ. അതിലാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്. പടച്ച റബ്ബിനെ ദിക്ർ ചൊല്ലുന്ന നാവ് ഏതൊരു വ്യക്തിക്കുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിക്കുണ്ടോ, അവരെ രക്ഷപ്പെട്ടു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എനിക്കൊരു വസിയത്ത് നൽകണേ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് ആദരവായ പ്രവാചകൻ കൊടുത്ത മറുപടി ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലായി സ്മരണയിലായി നിന്റെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സദാസമയം നിന്റെ നാവ് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണേ, നിനക്ക് രക്ഷപ്പെടാൻ നിദാനമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വടവൂർ മഖാമിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ചോദിക്കുകയാണ്, ഞാനും നിങ്ങളും എത്ര ദിക്റാണ് ചൊല്ലിയിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണോ? സുബ്ഹാനല്ലാഹ് ചൊല്ലിയവരാണോ? അൽഹംദുലില്ലാഹ് ചൊല്ലി തീർത്തവരാണോ? എത്ര ദിക്റാണ് നമ്മൾ ചൊല്ലിയത്? ദുനിയാവിലെ നിധികൾ നമ്മുടെ കൈവശമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് സ്വർഗം പുൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആദരവായ പ്രവാചകന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരായി നമ്മൾ മാറിയവരാണോ സഹോദരാ? മാറാൻ സാധിച്ചിട്ടുണ്ടോ സഹോദരി? ഇല്ലെങ്കിൽ ഒരു മാറ്റം ഇന്ന് മുതൽ അനിവാര്യമാണ്. കാരണം നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ചാരത്താണ്. അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ട് നമ്മൾ പിരിയുമ്പോൾ, ഈ സദസ്സിൽ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലാതെ ഒരു മഹാന്മാരും കഴിഞ്ഞു പോയിട്ടില്ല. അത് ചൊല്ലാതെ ഒരു വിലായത്തിലേക്ക് ഒരു വ്യക്തിയും ചുവട് വെച്ചിട്ടില്ല. അത് ചൊല്ലാതെ ഒരു അമ്പിയാക്കളും കഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ മുൻ കഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവരാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അല്ലാഹ് എന്നുള്ള വചനം കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഭയപ്പാട് വരുന്നുണ്ടോ? അവൻ മുഅ്മിനാണ്, വിശ്വാസിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ അവരുടെ ഹൃദയം ഭയപ്പാടാണ്, പേടിക്കുകയാണ്. പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ഭയമാണ് അവർക്കുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ. അവനാണ് മുഅ്മിൻ, അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടണമെങ്കിൽ മുഅ്മിനാവണം, മുത്തഖിയാവണം. നമ്മൾ മുഅ്മിനിന്റെ ക്വാളിഫിക്കേഷൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഭയപ്പാട് വരണം. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. വിറങ്ങലിക്കണം, ഹൃദയം നടുങ്ങണം.
അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടുമാറാവട്ടെ. നമ്മളിൽ എത്ര പേർക്കതുണ്ട്, എത്ര പേർക്കതുണ്ട് ചിന്തിക്കണം. നമ്മൾ ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ദുനിയാവിന്റെ പിറകെ ഉള്ളതാകുന്ന നെട്ടോട്ടമാണ്. മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് ഗിരിപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നുകൊണ്ട് കാതിൽ പറയുകയാണ്, അല്ലയോ ശൈഖ് അവറുകളെ, നിങ്ങളുടേതാകുന്ന കച്ചവട സാധനങ്ങൾ മുഴുവനും വഹിച്ചുകൊണ്ട് വന്നതായ കപ്പൽ കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്ത് നശിച്ചു പോയിട്ടുണ്ട്. എല്ലാ ചരക്കുകളും കത്തി നശിച്ച് നാമാവശേഷമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും അതിലാണല്ലോ, എല്ലാം പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ മൗനിയായി നിലകൊള്ളുകയാണ്. എന്നിട്ടുടനെ പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്പനേരം കഴിഞ്ഞു. ക്ലാസ് കഴിയുന്നതിന് മുമ്പായി അതേ വ്യക്തി തന്നെ ഓടി വന്നുകൊണ്ട് കാതിൽ പറയുകയാണ്, ശൈഖ് അവറുകളെ, ക്ഷമിക്കണേ ക്ഷമിക്കണേ, അഫ്വൻ പൊരുത്തപ്പെടണേ പൊരുത്തപ്പെടണേ, നിങ്ങളുടെ കച്ചവട സാധനങ്ങളെല്ലാം കത്തി നശിച്ചത് മറ്റൊരാളുടെയാണ്. കപ്പലിലെ ചരക്കുകൾ മുഴുവനും കത്തി നശിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അത് നിങ്ങളുടെ കപ്പലല്ല, നിങ്ങളുടെ സാധനവുമല്ല. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്പനേരം മൗലിയായിട്ട് വീണ്ടും പറഞ്ഞുവത്രേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാര് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, വമാ അൽഹംദുലില്ലാഹ്, എന്താണ് ഉസ്താദേ പതിവില്ലാതെ രണ്ട് അൽഹംദുലില്ലാഹ് കേട്ടത്? എന്തുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം നിങ്ങൾ അൽഹംദുലില്ലാഹ് മൊഴിഞ്ഞത്? അപ്പോഴാണ് സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. മുഅ്മിനേ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ് എന്നുള്ളത് ഈ ചരിത്രത്തിലൂടെ പഠനമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഹിജ്റ 470 ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തേക്ക് കടന്നു വന്ന് 561 വഫാത്തായ ബഹുമാനപ്പെട്ടവർ 91 വർഷം ഈ ലോകത്തിന് ആത്മീയമാകുന്ന പ്രസരണം നടത്തിയതാകുന്ന മഹാനുഭാവൻ അവിടുന്ന് ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യമായി അൽഹംദുലില്ലാഹ് പറയാനുള്ള കാരണം, എന്റെ അടുക്കൽ ആ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കച്ചവട സാധനങ്ങൾ മുഴുവനും കയറ്റി വന്നതാകുന്ന ചരക്ക് കപ്പൽ കടലിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഉടനെ ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കി, എന്റെ സാധനങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ലാതെ പതർച്ചയുണ്ടോ? ദുനിയാവിനോടുള്ള താല്പര്യത്തിൽ എന്റെ ഹൃദയം വല്ലാതെ തപിക്കുന്നുണ്ടോ, ദുഃഖിക്കുന്നുണ്ടോ? നോക്കുമ്പോൾ മനസ്സ് ചലിച്ചിട്ടില്ല. എന്റെ മനസ്സിനെ ചലിപ്പിക്കാതെ നിർത്തിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്തിനാണ്? തങ്ങളുടെ എല്ലാ കച്ചവട സ്ഥാപനമെന്ന് പറഞ്ഞപ്പോൾ, തങ്ങളുടെ കച്ചവട ചരക്കല്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടല്ല ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത്, മറിച്ച് ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് നോക്കി. എന്റെ കച്ചവട സാധനങ്ങളല്ല, മറ്റൊരാളുടെയാണ് എന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിന് വല്ല ആഗ്രഹം ദുനിയാവിനോട് കടന്നു വന്നു. മറ്റൊരാളെയാണെന്ന് കേട്ടപ്പോൾ സന്തോഷം വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്റെ മനസ്സ് അനങ്ങിയിട്ടില്ല. നേരത്തെ ഉള്ളതുപോലെ ചലിക്കാതെ പതറാതെ ചിതറാതെ നിലകൊള്ളുന്നതായ മനസ്സാൻ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ അല്ലാഹുവേ, അഖില സ്തുതിയും നിനക്കാണ് അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്.
അല്ലാഹുവിനെ വിട്ടുകൊണ്ട് ഒരു വഴിയിലേക്കും എന്റെ മനസ്സ് തിരിഞ്ഞിട്ടില്ല എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ ദർജ ഉയർത്തട്ടെ, അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ നിലകൊള്ളുന്നതാകുന്ന ആയിരങ്ങൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ അല്ലാഹു അവരുടെ മദദ് നമുക്ക് സഹായകമാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കണം, നമ്മൾ എവിടെയാണ് എത്തിയിരുന്നത്, നമ്മൾ എവിടെ എത്തുന്നു? അല്ലാഹ് നമ്മളോടൊപ്പം ഉണ്ട്, ഒരു ചിന്തയും നമുക്കില്ല. നമ്മൾ തെറ്റുകൾ വ്യാപൃതരാണ്. പടച്ച റബ്ബിന്റെ പേരുകൾ എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നു. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നു, ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, നമസ്കാരത്തിലൂടെ, ഇഖാമത്തിലൂടെ എന്ന് വേണ്ട പല രീതിയിലും പ്രഭാഷണ മധ്യയൊക്കെ അല്ലാഹ് എന്ന പല ആവർത്തി നമ്മൾ കേൾക്കുന്നു. റാത്തീബിലൂടെയും മൗലൂദിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിട്ട് പോലും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭയപ്പാട് അല്ലാഹുവിനെ കുറിച്ചുണ്ടോ? നമ്മുടെ ഹൃദയം നടുങ്ങലുണ്ടോ, വിറങ്ങലിക്കലുണ്ടോ? ചിന്തിക്കാൻ നമ്മൾ ഇപ്പോഴും തെറ്റുകൾ വ്യാപൃതരായി നിലകൊള്ളുകയാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും. 2 വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുകയാണ്. അവർക്ക് വിശ്വാസം രൂഢമൂലമാകുകയാണ്, അധികരിക്കുകയാണ്. ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ആത്മീയമാകുന്ന പ്രഭയിലേക്ക് കടക്കുകയാണ്. അവിശ്വാസികൾക്ക് പോലും ഈമാനിന്റെ വഴിത്താരയിലേക്ക് വരാൻ ഈ വിശുദ്ധമായ ഖുർആൻ കാരണമായിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ മുഅ്മിനേ, മുഅ്മിനത്തേ, നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഈമാനിന്റെ പ്രഭാപ്രസരണത്തിന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് സഹായകമായത് പരിശുദ്ധമായ സൂറത്ത് ത്വാഹയാണ് എങ്കിൽ നമ്മുടെ ജീവിതം എവിടെയാണ്? ആദരവായ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയാൻ വേണ്ടി ഒരു കയ്യിൽ വലിയ വാളുമായി ഇറങ്ങിത്തിരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം പെങ്ങളുടെയും കുടുംബത്തിന്റെയും ഖുർആനിക വചനം കേട്ടുകൊണ്ട്, സൂറത്ത് ത്വാഹ കേട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ ഈമാനികമാകുന്ന പ്രവാശം ഇട്ടുകൊടുത്തെങ്കിൽ, സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഖുർആൻ കേട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ അധികരിക്കുന്നുണ്ടോ? ചിന്തിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കണം. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കണം, നമ്മൾ ഭയപ്പെടണം. ശരിക്ക് ഖുർആനിക ആയത്തുകൾ കേട്ടിട്ട് നമുക്ക് ആത്മീയമാകുന്ന ഒരു ഉണർവ് ലഭിക്കുന്നില്ല എങ്കിൽ, മരണത്തെ കുറിച്ച് ചിന്തയില്ല എങ്കിൽ, ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ല എങ്കിൽ, മഹ്ശറയെ കുറിച്ച് നമുക്കൊരു ഭയപ്പാട് കടന്നു വരുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ പേടിച്ചേ പറ്റൂ. നല്ലതുപോലെ ഭയക്കണം. ജുബൈർ ഇബ്നു മുത്ഇം എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകളിൽ പെട്ട ഒരു വ്യക്തി, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ 2 ചെവികളിലേക്കും വിരലുകൾ ഇങ്ങനെ കുത്തിക്കയറ്റി കാതിങ്ങനെ അടച്ചു പിടിക്കുന്ന വ്യക്തിയാണ്. ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്നേയില്ല. പലപ്പോഴായി പരിശുദ്ധ പ്രവാചകൻ അങ്ങാടിയിൽ വന്നുകൊണ്ട് ഖുർആനിക വചനം ഇറങ്ങിയത് ഓതും, ജനങ്ങൾക്ക് മധ്യേ കേൾപ്പിക്കും. പക്ഷേ ജുബൈർ തയ്യാറാകുന്നില്ല. ജുബൈർ ഇബ്നു മുത്ഇം അദ്ദേഹം 2 കാതും ഇങ്ങനെ അടച്ചു പിടിച്ച് നിലകൊള്ളുന്ന വ്യക്തിയാണ്. കേൾക്കാൻ തയ്യാറാകുന്നേയില്ല, ഖുർആൻ കേൾക്കുന്നേയില്ല. പക്ഷെ ഒരിക്കൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓതൽ അദ്ദേഹത്തിന് കേൾക്കാനിടയായി. അള്ളാഹു അദ്ദേഹത്തിന് അതിനുള്ള അവസരം കൊടുക്കുകയാണ്. അന്ന് അദ്ദേഹം കാതടയ്ക്കുന്നില്ല, കേട്ടുപോവുകയാണ്, അറിയാതെ കേട്ടുപോവുകയാണ്. പരിശുദ്ധ പ്രവാചകന് പാരായണം ചെയ്തത് അന്ന് നിസ്കാരത്തിൽ പരിശുദ്ധമായ സൂറത്തു തൂർ ആണ്. സഹോദരങ്ങളെ, സൂറത്തു തൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിം والبيت المعمور
والسقف المرفوع والبحر المسجور إن عذاب ربك لواقع ما له من دافع. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൂറിലെ ആയത്തുകൾ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നിസ്കാരത്തിൽ ഓതുകയാണ്. സുബ്ഹാനല്ലാഹ്. ജുബൈർ ഇബ്നു മുത്ഇം കേൾക്കാൻ അവസരം കിട്ടുകയാണ്. അന്ന് കാത് പൊത്താൻ അല്ലാഹു അവസരം നൽകുന്നില്ല. റബ്ബ് ഹിദായത്ത് കൊടുക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുന്നതിലൂടെ ഹൃദയത്തിലേക്ക് ആത്മീയമാകുന്ന പ്രകാശം ഇട്ടുകൊടുക്കുകയാണ്. ജുബൈർ സുജൂദിലേക്ക് വീഴുകയാണ്. തല നിലത്തിട്ടടിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, അസ്സലാമു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാമു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക സംരക്ഷകനായ പടച്ചറപ്പിനോട് ഞാനിതാ വഴിപ്പെട്ടിരിക്കുന്നു, ഞാൻ മുസ്ലിമാകുകയാണ്, എനിക്ക് മുഅ്മിനാവണം, ഞാൻ സത്യവിശ്വാസിയാവുകയാണ്. സുജൂദിൽ കടന്നുകൊണ്ട് തലയിട്ടടിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് വന്നതാകുന്ന പരിശുദ്ധ പ്രവാചകന്റെ കരം പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുകയാണ്. അവിശ്വാസിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും ആത്മീയമാകുന്ന പ്രസരണം നടത്തിയത്രേ വിശുദ്ധമായ ഖുർആൻ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശ്വാസികളുടെ ഹൃദയത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാനിന്റെ പ്രഭയ്ക്ക് മാറ്റുകൂട്ടാൻ സാധിക്കുന്നത് അത് വിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ കേൾക്കണേ, ഖുർആൻ ഓതണേ. എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷണമാണ്. ആഖിറത്തിലേക്കുള്ള ഉയർച്ചയ്ക്ക് നിദാനമാണ്. അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആൻ ബൽ വദ്ദുനിയാ വഅൻതാരിൽ ഖുർആൻ ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേൾക്കണേ സഹാബ, ഖുർആൻ കേൾക്കുന്നവരാകണേ സമൂഹമേ. ഖുർആൻ ധാരാളം പ്രാവശ്യം കേൾക്കണേ. അത് കേട്ടാൽ നിങ്ങൾക്ക് ദുനിയാവിലുള്ള പരാമുസീബത്തുകളെ തൊട്ട് കാവലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരല്ലയോ, വീട്ടിൽ തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങൾ എത്രയാണ്. ഖുർആൻ മനോഹരമായി ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കേൾക്കണേ. ഖുർആനിന്റെ ആയത്തുകൾ വീട് ഒന്നാകെ കേൾപ്പിക്കണേ. മനോഹരമാകുന്ന കാര്യങ്ങളുടെ ഓതലുകൾ ഇന്ന് ധാരാളം സുലഭമാണ്. ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് അനിവാര്യമാണ്. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആൻ ബൽ വദ്ദുനിയാ വഅൻതാരിൽ ഖുർആൻ ബൽ വൽ ആഖിറ. ആഖിറത്തിലെ ബലാമുസീബത്തുകളെ തൊട്ട് തടുക്കാൻ ഖുർആൻ ഓതൽ കാരണമാണ് സഹാബ. ഖുർആൻ കേൾക്കൽ ദുനിയാവിലെ ബലാമുസീബത്തുകളെ തൊട്ട് തടുക്കാൻ സാധ്യമാകുമെന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖുർആൻ നല്ലതുപോലെ ഓതുകയും കേൾക്കുകയും ചെയ്യുന്നവരാകണം. നമ്മളിൽ ഭൂരിഭാഗവും ഓതാറുണ്ട്, ചിലപ്പോൾ കേൾക്കൽ കുറവാണ്. നമ്മുടെ മക്കൾ മുഖേനയോ അല്ലെങ്കിൽ മറ്റൊരാൾ മുഖേനയൊക്കെ ഖുർആൻ കേൾക്കണം. കാസറ്റ് ആണെങ്കിലും ഇട്ട് കേൾക്കണം, ഖുർആൻ കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് സമയം ചെലവഴിക്കണം. ഓതി നീ ബുദ്ധിമുട്ടായി ഒരു ഭാഗത്തിരുന്നു, എന്നാൽ കുറച്ചു നേരം ഖുർആൻ നല്ല കാര്യങ്ങളുടെ ഓതലുകൾ കേൾക്കാൻ വലിയ പുണ്യം. ദുനിയാവിലെ ബലാമുസീബത്തുകളെ തൊട്ട് തടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു മസ്ഊദ് നീ എനിക്ക് ഖുർആൻ ഓതി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളെ തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, ഞാൻ അവിടത്തേക്ക് ഓതി തരുകയോ? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മറ്റൊരാൾ ഓതി കേൾക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ ഓതണേ. ഓതി തുടങ്ങി സൂറത്തുൻ നിസാ മനോഹരമായ രീതിയിൽ ഓതി. നല്ല ഖാരിആണ്, നല്ല ശബ്ദത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു.
അങ്ങനെ ഓതി 41-ാമത്തെ വചനമെത്തിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയിലേക്ക് നോക്കുന്നു. നബി തങ്ങൾ കണ്ണീര് വാർക്കുകയാണ്. ഓതലും അതിനോടൊപ്പം അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ കരയുകയാണ്. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നു, അഥവാ മഹ്ശറിയുടെ വിവരണം നടത്തുന്ന ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫകൈഫ ഇദാ ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഓരോ ഉമ്മത്തിനും ഓരോ സമുദായത്തിനും അതത് സമുദായത്തിന്റെ ക്യാപ്റ്റനായി നേതൃത്വമായി അവരവരുടെ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ മഹ്ശറിലേക്ക് ആളുകൾ വരുമ്പോ തങ്ങളുടെ സമുദായത്തിന് നേതൃത്വമായി സമൂഹവുമായി സമുദായവുമായി മഹ്ശറിലേക്ക് കടന്നു വരുന്ന രംഗം തങ്ങളെ നോർക്കണേ റസൂലേ. ആദരവായ പ്രവാചകർ ഈ ആയത്തിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് മഹ്ശറിയുടെ ഭീതിതരമാകുന്ന രംഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിശക്തമായി കരയുകയാണ്. നോക്കൂ നിങ്ങൾ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ അത് ഓതുന്നത് കേൾക്കുമ്പോൾ തന്നെ, അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. ആത്മീയമാകുന്ന പ്രഭയ്ക്ക് മാറ്റു കൂടുമത്രയെന്ന് വിശുദ്ധമായ ഖുർആൻ. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. മുഅ്മിനിന്റെ ക്വാളിറ്റിയാണിത്. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ ഹൃദയം നടുങ്ങും, വിറങ്ങലിക്കും. ഖുർആനിക വചനങ്ങൾ കേട്ടാൽ ഈമാൻ വർദ്ധിക്കും. രണ്ട് കാര്യങ്ങൾ തീർന്നില്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് വീണ്ടും അല്ലാഹു പറയാൻ. എന്തിനാണ് ഇത് പറയുന്നത്? വിലായത്ത് എത്തിച്ചവൻ ആരാണ്? മുഅ്മിനാണ്. മുഅ്മിൻ ആരാണ്? 5 ക്വാളിറ്റികൾ കൂടിയവനെ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. 2 എണ്ണം പറഞ്ഞു, മൂന്നാമത്തത് ഖുർആനാണിത്. അല്ലാഹു പറയാൻ യാതൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല. പരിപൂർണമായി നമ്മൾ ഈമാനോടുകൂടി മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഖുർആൻ വീണ്ടും പറയുകയാണ്, وعلى ربهم يتوكلون وعلى ربهم يتوكلون. അല്ലാഹുവിലേക്ക് പരിപൂർണമായി തവക്കുലാക്കി അവനെ പരമേൽപ്പിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. യഥാർത്ഥ മുഅ്മിനാണോ അവൻ അല്ലാഹുവിലേക്ക് തവക്കുലായി നിലകൊള്ളുന്നവനാണ്. പടച്ചറബിലേക്ക് സർവ്വകാര്യങ്ങളും ഏൽപ്പിച്ച് നിലകൊള്ളും. അതാണ് നേരത്തെ പറഞ്ഞ ക്വാളിറ്റിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ, ഭയപ്പാടില്ലാത്ത ജീവിതം കിട്ടണമെങ്കിൽ, ദുഃഖമോ വ്യസനമോ ഇല്ലാത്ത റാഹത്തായ ജീവിതം സാധ്യമാകണമെങ്കിൽ എല്ലാം അല്ലാഹുവിനെ മുൻനിർത്തി ജീവിക്കണം. പടച്ചറബ് കാണുന്നുണ്ട് എന്ന വിശ്വാസം അവനിലുണ്ട്. അതനുസരിച്ചിട്ട് അവൻ പോകുന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പടച്ചറബിലേക്ക് സർവ്വതും തവക്കുലാക്കുകയാണ്. കാരണം അവനാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ. അതുകൊണ്ട് അവനിലേക്ക് സർവ്വതും ഏൽപ്പിക്കുകയാണ്. മോമിനായ മനുഷ്യന്റെ ക്വാളിറ്റിയാണിത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ യാത്രാമധ്യേ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരുമായി യാത്രാമധ്യേ ഒരു ടെന്റ് അടിച്ചു. ക്ഷീണിതരായി നിലകൊള്ളുന്നു. അവരുടെ കൈവശമുള്ളതാകുന്ന ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന സന്ദർഭം സുപ്രവിരിച്ചു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ ഒരാട്ടിടയൻ അദ്ദേഹത്തിന്റെ ആട്ടിൻപറ്റങ്ങളുമായിട്ട് ഒരടിമയിൽപ്പെട്ട ഒരു മനുഷ്യൻ ആടിനെ തെളിച്ചുകൊണ്ട് അവരുടെ ടെന്റിന്റെ പരിസരത്തൂടെ ഇങ്ങനെ പോവുകയാണ്. ബഹുമാനപ്പെട്ടവർ ഉടനെ അദ്ദേഹത്തെ വിളിച്ചു, തആൽ, നീ വരിക, നമുക്ക് ഭക്ഷണം കഴിക്കാം.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്നെ ഈ ആട്ടിൻപറ്റങ്ങളെ നോക്കാൻ വേണ്ടി എന്റെ മുതലാളി ഏൽപ്പിച്ചതാണ്, യജമാനൻ ഏൽപ്പിച്ചതാണ്. ഞാൻ നിങ്ങളോടൊരു ഭക്ഷണം കഴിക്കുന്ന സമയം അതിനെ നോക്കിയില്ല എങ്കിൽ അതൊരു അമാനത്തിന് എതിരാണ്, എന്നോടുള്ള വിശ്വാസിച്ച് ഏൽപ്പിച്ചതാകുന്ന കാര്യത്തിനെതിരാണ്. യജമാനന്റെ പൊരുത്തമില്ലാതെ ഞാൻ നിലകൊണ്ടാൽ അതെനിക്ക് നാളെ ഹിസാബ് നേരിടേണ്ടി വരും. ഇങ്ങനെ വലിയ സൂഫിസം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പുകാരനുമാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ അതിശക്തിമാകുന്ന ചൂടുള്ള ഈ സമയത്ത് ഈ മരുഭൂമിയിൽ നീ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് നിലകൊള്ളുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്നയാണ്, എല്ലാ സുന്നത്തുകളും മുറുകെ പിടിക്കുന്നവരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഈ അതിശക്തമായ ചൂടുള്ളതാകുന്ന ഈ സമയം, നല്ല ചൂടുള്ള സമയമാണ്, മരുഭൂമിയിലാണ്, നീ നോമ്പ് പിടിച്ച് ഇങ്ങനെ നിലകൊള്ളുകയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ നോമ്പുകാരനാണ്. എങ്കിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പരീക്ഷണാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, നിന്റെ കയ്യിലുള്ളതാകുന്ന ആട്ടിൽ നിന്ന് ഒരാടിന് ഞങ്ങൾക്ക് താ, നമുക്കതിനെ അറുത്തിട്ട് റാഹത്തായിട്ട് ഫുഡ് കഴിക്കാം. അവ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പറ്റൂല. ഈ അടിമയാകുന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതിന് സമ്മതിക്കൂല. നിന്റെ മുതലാളിയുടെ കളവ് പറഞ്ഞാൽ മതിയല്ലോ, ഒന്നിനെ കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരെണ്ണത്തിനെ കാണാതെ പോയതാണ്. ഇത്രയും ആട്ടിൻപറ്റങ്ങളുണ്ട്, 100 കണക്കിന് ആട്ടിൻപറ്റങ്ങളാണ്, അതിന് ഒന്നിനെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ രീതിയിൽ വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ അല്ലാഹു അറിയില്ലേ, ഐനല്ലാഹ്, അല്ലാഹ് എവിടെ എന്ന് അദ്ദേഹം ചോദിച്ചു. ഐനല്ലാഹ്, പടച്ചറബ് കാണുന്നില്ലേ, അല്ലാഹു ഇല്ലെവിടെ? ഈ ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് ഒന്നിനെ നിങ്ങൾക്ക് ഞാൻ തന്നു. ഓക്കെ, മുതലാളിയോട് ഞാൻ പറയാ, ചെന്നായ പിടിച്ചു എന്ന് ഞാൻ കളവ് പറഞ്ഞാലും നാളെ ആഖിറത്തിൽ പടച്ചറബിന്റെ ദർബാറിലെത്തുമ്പോ അല്ലാഹു എന്നെ ഹിസാബിൽ വിചാരണയ്ക്ക് കൊണ്ടുവന്ന് നിർത്തൂലേ? അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഐനല്ലാഹ്, അല്ലാഹ് എവിടെ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം അതിങ്ങനെ പറഞ്ഞിട്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. ഒരല്പം അമർഷത്തോടുകൂടി ദേഷ്യത്തോടുകൂടി ഐനല്ലാഹ്, അല്ലാഹ് എവിടെ, ഐനല്ലാഹ്, അല്ലാഹ് എവിടെ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് നടന്നു എന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, എത്ര നല്ല മനുഷ്യനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വേണ്ട, മറിച്ചെന്താണ്, ഇദ്ദേഹം നോമ്പുകാരനാണെന്ന് പറഞ്ഞപ്പോ ഈ ശക്തമായ ചൂടുള്ള ഈ സമയത്ത് നോമ്പ് പിടിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ അദ്ദേഹം യഥാർത്ഥ തഖ്വയുടെ വക്താവാണോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ഒരു പരീക്ഷണം നടത്തിയതാണ്. എന്നാ ഒരു ആട്ടിൻപറ്റത്തെ ഇങ്ങതാ, അതിന്റെ പൈസ വേണമെങ്കിൽ തന്നേക്കാം, എന്നിട്ട് നീ മുതലാളിയോട് പറഞ്ഞാൽ മതി, എന്ന് ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞൊന്ന് പരീക്ഷിച്ചാ. പക്ഷെ അദ്ദേഹം നിലകൊണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു കാണുന്നുണ്ട്, അവിശ്വാസം എനിക്കുണ്ട്. ചിന്തിക്കണം സഹോദരങ്ങളെ. മൈലുകൾക്കിപ്പുറമാണ് യജമാനനുള്ളത്, യജമാനൻ താമസിക്കുന്നത്. മൈലുകൾ താണ്ടി ഒരു മലഞ്ചെരുവിൽ നിലകൊള്ളുന്ന സമയത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ഈ സംവേദനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും ബഹുമാനപ്പെട്ടവർ അതിന് തയ്യാറായില്ല. എന്തുകൊണ്ട്? അല്ലാഹു കാണുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാഷാ അല്ലാഹ്, എത്ര നല്ല സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹം നല്ല തഖ്വയുള്ള വക്താവാണ്, ഈമാനുള്ളതായ വക്താവാണ്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളതായ വ്യക്തിയാണ്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന്റെ യജമാനനെ വിളിച്ച് ആ ആട്ടിൻപറ്റങ്ങളെ മുഴുവനും വാങ്ങിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ അടിമയെ പരിപൂർണമായി വിലക്കെടുക്കുന്നു, എന്നിട്ട് സ്വതന്ത്രനാക്കുന്നു. ആട്ടിൻപറ്റങ്ങളെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നൽകുകയാണ്. എല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. നാട്ടിലെത്തി അദ്ദേഹത്തിനെ സ്വതന്ത്രനാക്കി, അതിനുള്ള പൈസ കൊടുത്തു. ഈ ആട്ടിൻപറ്റങ്ങളെ പരിപൂർണമാക്കി വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിലയ്ക്ക് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു മുതലാളിയിൽ. കാരണം നിങ്ങളിങ്ങനെ അടിമയായി നിൽക്കേണ്ട ആളല്ല, നിങ്ങളാണ് സ്വതന്ത്രനായി ജീവിക്കേണ്ടത്. യഥാർത്ഥ മുത്തഖിയും യഥാർത്ഥ ഈമാനിന്റെ വക്താവും നീയാണ്.
യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹുവിലേക്ക് തവക്കുലായി നിലകൊള്ളുന്നവരാണ്. എല്ലാ വിഷയങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നവരാണ്. ഭൗതികമാകുന്ന വിഷയമാകട്ടെ, ആത്മീയമാകുന്ന വിഷയമാകട്ടെ, പടച്ച റബ്ബിനോട് പറയും, അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അല്ലാഹ് റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. എല്ലാ വിഷയങ്ങളും നിന്നിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. അല്ലാഹ് നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കമെന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ്. അല്ലാഹ് ഈ രീതിയിൽ തവക്കുലായി മുന്നോട്ട് പോകുന്നവർക്ക് ഭയക്കേണ്ടതില്ല. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖതും കമാ യർസുഖു തയ്ർ തഗ്ദു ഖിമാസാ വതറൂഹു ബിതാനാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ നിങ്ങൾ യഥാർത്ഥമാകുന്ന തഖ്വ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നിലകൊണ്ടാൽ, യഥാർത്ഥമാകുന്ന തവക്കുലായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ, അല്ലാഹുവിലേക്ക് സർവ്വതും പരമേൽപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും അല്ലാഹു റിസ്ഖ് വിശാലമാക്കുമേ. നിങ്ങൾക്ക് ആഹാര പാനീയങ്ങൾ സർവ്വ വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് കൈവെള്ളയിൽ നൽകുമേ. ഏതുപോലെ നിങ്ങൾ ഇതാ പ്രഭാതത്തിൽ സൂര്യന്റെ അരുണോദയ കിരണം കടന്നു വരുമ്പോ കിഴക്ക് ഭാഗത്ത് നിന്ന് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഇതാ ഒരുപാട് വൃക്ഷലതാദികളിലേക്ക് ഒരുപാട് പറവകൾ പറന്നു പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? തഗ്ദു ഖിമാസാ വതറൂഹു ബിതാനാ. വൃക്ഷങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാകുന്ന ആ പക്ഷി പറവാദികൾ വയറ് ഒട്ടിയവരായിട്ടാണ് പ്രഭാതത്തിൽ പുറത്തേക്ക് പോകുന്നത്. വൈകുന്നേര സമയത്ത് സഫായി വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നത് കണ്ടില്ലേ? വയറ് നിറച്ചവരായിട്ടാണ് തിരിച്ചു വരുന്നത്. നിങ്ങൾ ദർശിക്കുന്നില്ലേ? അതുപോലെ അല്ലാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ മുഅ്മിനെ ഈ ദുനിയാവ് എന്ത് പ്രതിസന്ധിയിലേക്ക് പോയാലും, എന്ത് കൊറോണ വന്നാലും, എന്ത് ഒമിക്രോൺ വന്നാലും, ഏതെല്ലാം രീതിയിലുള്ളതാകുന്ന ഭരണ പരിഷ്കാരങ്ങൾ വന്നാലും, ഏതൊക്കെ രീതിയിൽ മുസൽമാനെ വേട്ടയാടിയാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ മുഅ്മിനായ മനുഷ്യൻ ഉണ്ടായി തീർന്നാലും, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണോ, അല്ലാഹുവിലേക്ക് തവക്കുലായി നിലകൊള്ളുന്നവരാണോ, അവർക്ക് പേടിക്കേണ്ടി വരില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം നമുക്ക് അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്, അവനാണ് റിസ്ഖ് നൽകുന്നത്, അവനാണ് വാഹനം നൽകിയത്, അവനാണ് വീട് നൽകിയത്, അവനാണ് പാർപ്പിട സൗകര്യങ്ങൾ നൽകിയത്, അവനാണ് വായു നിലനിർത്തി നൽകുന്നത്, അവനാണ് ശ്വസിക്കാനും ഉച്ഛസിക്കാനുമുള്ള കഴിവ് അല്ലാഹുവാണ് നൽകിയത്. ഈ മടവൂർ മഖാമിന്റെ പരിസരത്തേക്ക് 10,000 കൊഴുകിയെത്താനുള്ള അവസരങ്ങൾ നൽകിയവൻ അവൻ തന്നെയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ومستودعها كل في كتاب ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ അവൻ തന്നെയാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങളെ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പ് വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിനോട് ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്നവൻ അവൻ തന്നെയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ.
അവനാണ് നമുക്ക് ആഹാരം നൽകുന്നവൻ, അവനാണ് പാനീയങ്ങൾ നൽകുന്നവൻ, അവനാണ് ഈ ലോകത്ത് ഏതെല്ലാം നിലക്കുള്ള സൗഭാഗ്യങ്ങൾ ഓരോരുത്തരും കൈയടക്കുന്നുണ്ടോ അതെല്ലാം നൽകുന്നവൻ അവൻ തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസം മുഅ്മിനേ മുഅ്മിനത്തേ നിനക്കുണ്ടാവണേ. ആരൊക്കെ നിന്റെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി കടന്നു വന്നാലും, ലിബറലിസത്തിന്റെ വക്താക്കളായി കടന്നു വന്നാലും, മതനിരാസം പഠിപ്പിക്കുന്നതാകുന്ന ചെറുപ്പക്കാര് കടന്നു വന്നാലും, കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയടക്കം ചാനൽ വന്നുകൊണ്ട് മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞാലും, അള്ളാഹുവിനെ കുറിച്ച് ഏതെല്ലാം രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാലും, മതനിരാസത്തിന്റെ വക്താക്കളുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ കളങ്കപ്പെടുത്തരുതേ. ഒരു സ്ഥാപനത്തെയും നിങ്ങൾ മോശമായ രീതിയിൽ ചിത്രീകരിക്കരുതേ. അള്ളാഹുവിൻ്റെതാകുന്ന മഹത്തുക്കളെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനം, അള്ളാഹു എന്താണ്, അവൻ ആരാണ്, അവന്റെ അസ്തിത്വം എന്താണ്, അവന്റെ ഇനിഷ്യലുകൾ എന്താണെന്ന് വ്യക്തമായി വരച്ചു കാട്ടുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്ന ആളുകളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനമാണോ എന്ന് പറയരുതേ. കാരണം ഇവിടെ എത്രയോ വലിയ വലിയ സ്ഥാപനങ്ങൾ പഠിച്ചതാകുന്ന ആളുകൾ, വലിയൊരു ബാഖിയാത്ത് സാലിഹാത്തിൽ നിന്ന് ബിരുദത്തിന് വേണ്ടി ചേർന്നതാകുന്ന ആളുകൾ പോലും മോശപ്പെട്ട സംസ്കാരത്തിലേക്ക് 3 വഖത്തുള്ള നമസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിലകൊണ്ട ആളുകളുണ്ട്. ഈ കേരള മണ്ണിൽ പോലും അവരെ കാണാതായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളെ, വർത്തമാനങ്ങളുടെ, ജൽപ്പനങ്ങളുടെ, ആളുകളുടെ ഭർത്താക്കളുടെ വർത്തമാനങ്ങൾ മുഖവിലക്കെടുക്കരുതേ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹുവാണ്. അവന്റെ ജലാലത്തിന്റെ ഇസ്മിൽ തന്നെയാണ് ഈ ലോകം നിലകൊള്ളുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലോകം അവസാനിക്കില്ല സഹാബ, ലാ തഖൂമു സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. ഈ ലോകത്ത് നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും തുടർത്തി പറയുകയാണ്, ലാ തഖൂമു സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ അവസാനം അല്ലാഹ് എന്ന് പറയുന്ന വചനം ഈ ലോകത്ത് നിന്ന് എടുത്തുയർത്തപ്പെടുന്ന സമയമെന്നാണ് അന്ന് ഈ ലോകത്തിന്റെ പര്യവസാനമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഇന്നും നിലക്കാത്ത ബാങ്കുവിളികളുമായി ലോകം കടന്നു പോകുന്നത്, ഇന്നും നിലക്കാത്ത ഇഖാമത്തുമായി ജനങ്ങൾ കടന്നു പോകുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോ അവന്റെ കാതിൽ കേൾപ്പിക്കുന്നതും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും അവനെ മുൻനിർത്തിക്കൊണ്ട് തക്ബീർ ചൊല്ലുകയാണ്, അല്ലാഹു അക്ബർ. നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അവനെ ഖബറിലേക്ക് ഇറക്കുകയാണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. അല്ലാഹ് എന്ന വചനം കേട്ടുകൊണ്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് ജനിക്കരുതേ, ഈ ലോകത്തേക്ക് പിറവിയെടുക്കരുതേ, ഈ ലോകത്ത് നിന്ന് വിട പറയലും വരുതേ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന വചനം അവസാനിപ്പിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് നീ വിട പറഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് വലിയ കൂലിയാണ്. ഉന്നതമായ സ്വർഗമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി.